അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, 2 ദിവസം മുമ്പ് നമ്മളൊക്കെ കണ്ട ഭയാനകരമായ ഒരു കാഴ്ചയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിലെ 7 പേർ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് അവർ കുളിക്കാൻ പോയെന്നും അതല്ല വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നിന്നതാണെന്നും ഒക്കെ വാർത്തകളുണ്ട്. ഏതായാലും ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഒരുപാട് പേര് മരിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കൺമുന്നിൽ ഒരു കുടുംബം ഒന്നടങ്കം മരണത്തിലേക്ക് വഴുതിപ്പോകുന്ന രംഗം നമ്മളൊക്കെ നേരിട്ട് കണ്ടവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ സമയത്ത് അവിടെ നിൽക്കുന്ന 7 പേര് ആ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ വാർത്ത കേട്ടു. മുംബൈയിലെ ലോണാവാലയിൽ വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ട 7 അംഗ കുടുംബത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. മുംബൈയിലെ ലോണാവാലയിൽ വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ട, ആ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നിന്ന 7 അംഗ കുടുംബം. അവർ കൈകോർത്ത് പിടിച്ച് അവർ പെട്ടെന്ന് ആ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നിന്നു. വെള്ളത്തിൽ ചെറിയതായിട്ട് വന്ന വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ട് അങ്ങനെ നിന്നപ്പോൾ ഒന്നായിട്ട് വെള്ളം വന്നു. ഡാമിൽ നിന്നോ മറ്റോ മലവെള്ളപ്പാച്ചിൽ പെട്ടെന്ന് കടന്നു വരികയാണ്. പക്ഷേ ആ സെക്കൻഡിൽ തന്നെ പെട്ടെന്ന് അവരിങ്ങ് നടന്ന് കയറിയിരുന്നുവെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവരുടെ ആയുസ് തീർന്നു. എന്ത് പറയാനാണ്. ഏതായാലും അവർ പെട്ടെന്ന് പകച്ച് അവിടെ നിന്നുപോയി. അപ്പോഴേക്കും വെള്ളം വന്നുകൊണ്ടേയിരുന്നു. അവർ ഇപ്പോൾ വെള്ളം വരവ് നിൽക്കുമെന്ന് കരുതി എല്ലാവരും കൈകോർത്ത് പിടിച്ച് കൂട്ടമായി ബലത്തെ നിന്നു. ഒറ്റയ്ക്ക് നിന്നാൽ പെട്ടെന്ന് തന്നെ ഒലിച്ചു പോകും. ഇത് കൈകോർത്ത് പിടിച്ച് എല്ലാവരും കൂട്ടമായി നിന്നപ്പോൾ കുറേ നേരം അവർ പിടിച്ചു നിന്നു. അവിടെ പുറത്തുണ്ടായിരുന്നവരൊക്കെ ആ കാട്ടുവള്ളിയൊക്കെ പറിച്ചെടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. നടന്നില്ല. കുറേ സമയം അവർ പിടിച്ചു നിന്നു. നമ്മളൊക്കെ ആ കാഴ്ച കണ്ടവരാണ്. ആ കാഴ്ച കണ്ടവരാണ്. കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ആ കാഴ്ച എത്ര വേദനാജനകമായ ഒരു കാഴ്ചയാണ്. നിങ്ങളും ചിന്തിച്ചു നോക്ക്. വളരെയധികം വേദന തോന്നുന്ന ഒരു രംഗം. കാരണം ആ നിൽക്കുന്നവർക്കറിയാം, ഞങ്ങൾ ഇവിടെ നിന്ന് അല്പം കാൽ വഴുതിപ്പോയാൽ ഞങ്ങളെല്ലാവരും കൂട്ടത്തോടെ മരണത്തിലേക്കാണ് പോകുന്നത്. ചെറിയ കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. പ്രിയമുള്ളവരെ, എത്ര കഷ്ടമാണ്. നമ്മൾ അവരുടെ ആ വേദനാജനകമായ വാർത്ത കാണുന്നതോടൊപ്പം ചില പാഠങ്ങൾ അതിലൂടെ ഉൾക്കൊള്ളാനുണ്ട്. അതാണ് ഞാനിത് പറയാൻ കാരണം. അങ്ങനെ കുറേ നേരം പിടിച്ചു നിന്ന അവർ ആദ്യം 2 പേർ, 2 സ്ത്രീകൾ വഴുതിപ്പോയപ്പോൾ പിന്നീട് പുറകെ എല്ലാവരും ആ വെള്ളത്തിൽ അകപ്പെട്ടു പോവുകയാണ്. കാരണം ഒരാൾ പോയാൽ മതി ആ കൂട്ടത്തിൽ. അപ്പോഴേക്ക് മനസ്സിൻ്റെ ധൈര്യം പോകും. എല്ലാവരും വെപ്രാളത്തിലാകും. അവരുടെ ധൈര്യം ചോർന്നു പോവുകയാണ്. എല്ലാവരും വിഷമിക്കുകയാണ്. അങ്ങനെ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാവരും മരണത്തിലേക്ക് വഴുതിപ്പോകുന്നു. 2 പേർ നീന്തി രക്ഷപ്പെട്ടു. 5 പേർ മരണപ്പെട്ടു പോയി. നിങ്ങൾ നോക്കൂ, ഒരു കുടുംബത്തിൽ 5 പേർ ഒരുമിച്ച് മരണപ്പെട്ടു പോകുന്ന ഒരു രംഗം. അതും സ്വന്തമായിട്ടുണ്ടായ, അവരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് കാരണത്താൽ. കാരണം ഈ മഴ സമയത്ത് അങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പോകാൻ പാടില്ല. ബീച്ചിൽ നമ്മൾ പോകരുത്. നമ്മൾ ബീച്ചിലൊക്കെ ചെന്ന് ഇറങ്ങി ആ കടൽ തിരമാല അടിച്ചു വരുമ്പോൾ നമ്മൾ ആ തിരയിലൊക്കെ നിൽക്കാറുണ്ട്. പക്ഷേ ഈ മഴ സമയത്തുമൊക്കെ എപ്പോഴാണ് ശക്തമായ തിര കയറി വരുന്നത് എന്നറിയാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ നമ്മുടെ കുട്ടികൾ നോക്കുമ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കടലിനകത്തായിരിക്കും നമ്മുടെ കുട്ടികളുണ്ടായിരിക്കുക. അതുകൊണ്ട് മഴ സമയങ്ങളിൽ, സുനാമി ഉള്ള സമയങ്ങളിൽ, ശക്തമായ മഴയുള്ള സമയങ്ങളിൽ, മഴയുടെ കാലങ്ങളിൽ നമ്മൾ ഒരിക്കലും ബീച്ചിലോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാനോ പോകാൻ പാടില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികളെ ടൂറിന് പറഞ്ഞയക്കുന്നവരുണ്ട്, സ്കൂളിലെ ടൂറിന് പറഞ്ഞയക്കുന്നവരുണ്ട്. അങ്ങനെ വെള്ളച്ചാട്ടം കാണാനും കായലിൽ പോയി കുളിക്കാനുമൊക്കെ ഉള്ള ടൂറാണെങ്കിൽ ഒരിക്കലും കുട്ടികളെ നിങ്ങൾ പറഞ്ഞയക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി 1-2 ദിവസത്തെ സന്തോഷം പരിഗണിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞയക്കും. പക്ഷേ എന്നേക്കുമായി നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. മക്കൾ അഥവാ വിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒന്ന് പിണങ്ങും. ചിലപ്പോൾ നമുക്ക് 2 ദിവസത്തെ വിഷമം ഉണ്ടാകും, അവർക്ക് 2 ദിവസം വിഷമം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അത് തീർന്നു. പക്ഷേ എന്നേക്കുമായുള്ള വിഷമത്തിലേക്ക്, എന്നേക്കുമായി നമുക്ക് വിഷമം തരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെയോ വലിയവരെയോ ഒന്നും പറഞ്ഞയക്കരുത് എന്നാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം അത് കണ്ടപ്പോൾ വളരെയധികം വേദന തോന്നി. ആ കുടുംബം സന്തോഷിക്കാൻ പോയതാണ്, സന്തോഷത്തിന് പോയതാണ്. എന്നാൽ സന്തോഷത്തിന് പകരം സന്താപമാണ് കുടുംബത്തിന് നൽകിയിട്ടവർ പോയിട്ടുള്ളത്. അവരുടെ ബന്ധുമിത്രാദികൾ, അവരുടെ ഉമ്മമാർ അവരിനെ മരിക്കുന്ന സമയം വരെയും അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒരു കുടുംബത്തിൽ 5 പേർ മരണപ്പെട്ടു പോയി. 2 പേർ നീന്തി രക്ഷപ്പെട്ടെങ്കിലും അവർ രക്ഷപ്പെടാത്തതുപോലെയാണ്. കാരണം
അവർക്ക് രണ്ടുപേർക്കും ഇനി മരിക്കുന്ന സമയം വരെയും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയില്ല. കാരണം അവരുടെ കൈകളിൽ കോർത്തു പിടിച്ചിരുന്ന ബാക്കിയുള്ള 5 പേർ എവിടെ? അവർ ഖബറിലാണ്. അവർ 5 പേര് ഖബറിലാണ്. 2 കുട്ടികൾ, 13, 9 വയസ്സുള്ള കുട്ടികൾ, അതുപോലെ 36, 35 വയസ്സൊക്കെ ഉള്ളവർ, അവരൊക്കെ മരണപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള അകപ്പെട്ടവർ അവർ പോയി. ഇനി അവർക്ക് വേണ്ടി ദുആരക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. എന്നാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഭാഗത്തേക്കൊന്നും നമ്മളോ നമ്മുടെ കുട്ടികളോ പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ പല രക്ഷകർത്താക്കളും ശ്രദ്ധിക്കാത്തവരുണ്ട്. കാരണം രക്ഷകർത്താക്കൾ രാവിലെ ജോലിക്ക് പോകുന്നു, ഭർത്താവും ജോലിക്ക് പോകുന്നു, ഭാര്യയും ജോലിക്ക് പോകുന്നു. കുട്ടികൾ അവരുടെ വഴിക്കാണ്. അവരുടെ വഴിക്ക് നടക്കുന്ന കുട്ടികൾ ചിലപ്പോൾ കായലിൽ കുളിക്കാൻ പോകും, കുളത്തിൽ പോകും, ആറ്റിൽ പോകും. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ അവർ പോകും. അവർ മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുകയില്ല. അവർക്ക് രസമുള്ള സ്ഥലത്തൊക്കെ അവർ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര വിലക്കിയാലും എത്ര ഉപദേശിച്ചാലും അവർ പോകും. അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കാതെ മാതാവും പിതാവും ജോലിക്ക് പോകുന്നവർ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളെ ശ്രദ്ധിക്കാതെ 2 പേരും ജോലിക്ക് സമ്പാദിക്കാൻ പോവുകയാണ്. മക്കളെ ശ്രദ്ധിക്കുന്നില്ല. മക്കൾ എവിടെ? സ്കൂളിൽ പോയി വന്ന മക്കൾ എവിടെയാണ്? അവർ എവിടെ കളിക്കാൻ പോകുന്നു? ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞ് അവർ പലയിടത്തും കളിക്കാൻ പോവുകയാണ്. മദ്രസയിൽ പോകുന്നു എന്ന പേരിൽ അവർ പലയിടത്തും കളിക്കാൻ പോവുകയാണ്. പലരും എൻ്റെ അടുത്ത് തന്നെ പല രക്ഷകർത്താക്കൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടിയെക്കുറിച്ച് അവർ ഇന്ന സ്ഥലത്ത്, ഞാൻ ആരുടെയും പേര് വെളിപ്പെടുത്തുന്നില്ല, ഇന്ന സ്ഥലത്ത് അവർ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നു എന്ന്. മറ്റുള്ള കുട്ടികളോടൊപ്പം കായലിലും കുളത്തിലുമൊക്കെ കിടന്ന് കളിച്ച് ഉല്ലസിച്ച് മണിക്കൂറുകളോളം അവർ വെള്ളത്തിലാണ്. എങ്ങനെയെങ്കിലും ചെറിയ അപകടങ്ങൾ സംഭവിച്ചു പോയാൽ നമ്മളൊന്നും ഖേദിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലോകത്തുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളോടുമാണ് ഞാൻ പറയുന്നത്, മക്കൾ അവരുടെ പ്രായമെന്ന് പറഞ്ഞാൽ അവർ മരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാതെ അവരുടെ രസങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അപകടങ്ങളിൽ പെടാതെ അവർ വളർന്നു വരുന്നത് വരെയും അവരെ സംരക്ഷിക്കുക, അവരെ ശ്രദ്ധിക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്. അധ്വാനിക്കുക, സമ്പത്തുണ്ടാക്കുക എന്നത് മാത്രമല്ല നമ്മുടെ കടമ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.